ഇന്ത്യയുടെ പേൾ സിറ്റി എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ നഗരത്തിന്റെ അടയാളം, ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്നു നിൽക്കുന്ന വിസ്മയം, അതാണ് ചാർമിനാർ. 4 മിനാരങ്ങൾ കാവൽ നിൽക്കുന്ന ഈ നിർമ്മിതിക്ക് നൂറ്റാണ്ടുകളുടെ കഥകളുണ്ട് പറയാൻ. കുത്തുബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഖുലി കുത്തുബ് ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത്. നഗരത്തെ പ്ലേഗ് എന്ന മാരക രോഗത്തിൽ നിന്നും മുക്തമാക്കിയതിന്റെ നന്ദി സൂചകമായാണ് ഇത് പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഗ്രാനൈറ്റ്, ലൈം മോർട്ടാർ എന്നിവ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. മുകൾ നിലയിൽ മനോഹരമായ ഒരു പള്ളിയും കാണാൻ സാധിക്കും. ഇന്ന് ചാർമിനാർ വെറും ഒരു സ്മാരകമല്ല, ഇത് ഹൈദരാബാദിന്റെ വികാരമാണ്. ആധുനിക കാലത്തും അതിന്റെ പ്രൗഢി ഒട്ടും കുറഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിൽ പോലും ദീപാലങ്കാരങ്ങളാൽ ചാർമിനാർ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാർമിനാറിന് ചുറ്റുമുള്ള തെരുവുകൾ ഒരു കച്ചവട ഉത്സവമാണ്, പ്രത്യേകിച്ച് ലാഡ് ബസാർ. ഇവിടുത്തെ കുപ്പിവളകൾ ലോക പ്രശസ്തമാണ്. വളകൾ തേടി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ ഹൈദരാബാദി മുത്തുകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. നടന്നു തളരുമ്പോൾ ഒരു കപ്പ് ഇറാനി ചായയും ബിസ്ക്കറ്റും കൂടി കഴിച്ചാലേ ഈ യാത്ര പൂർണ്ണമാകും. ചാർമിനാർ കണ്ടിറങ്ങുന്ന ഏതൊരു സഞ്ചാരിയെയും ആദ്യം സ്വാഗതം ചെയ്യുന്നത് അവിടുത്തെ ഈ വലിയ തെരുവോര വിപണിയാണ്. ചരിത്ര സ്മാരകത്തിന്റെ നിഴലിൽ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നീളുന്ന ഈ കച്ചവട കേന്ദ്രം ഹൈദരാബാദിന്റെ യഥാർത്ഥ സ്പന്ദനമാണ്. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക കണ്ണഞ്ചിപ്പിക്കുന്ന മുത്തുമാലകളുടെ ശേഖരമാണ്. ഹൈദരാബാദിന്റെ പാരമ്പര്യമായ യഥാർത്ഥ മുത്തുകൾ മുതൽ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന സിന്തറ്റിക് മുത്തുകൾ വരെ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. പല ഡിസൈനുകളിലുമുള്ള മാലകൾ, കമ്മലുകൾ എന്നിവ വിലപേശി വാങ്ങാൻ ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അല്പം കൂടി മുന്നോട്ട് കടന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസുകളുടെയും വാച്ചുകളുടെയും ലോകമാണ്. ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള സ്റ്റൈലിഷ് ഗ്ലാസുകൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പലതരം ബാഗുകൾ, അത് വലിയ യാത്രാ ബാഗുകളാകട്ടെ, പെൺകുട്ടികൾക്ക് പ്രിയപ്പെട്ട ഹാൻഡ് ബാഗുകളാകട്ടെ, ഡിസൈനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ തെരുവിൽ കാണാം. വെറും ഒരു കച്ചവടം എന്നതിലുപരി ചാർമിനാറിന് താഴെയുള്ള ഈ വിപണി ഒരു അനുഭവമാണ്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ചാർമിനാറിന് മുകളിലേക്ക് കയറാനുള്ള ക്യൂവിലാണ്. ചാർമിനാറിന്റെ പുറമോടി കണ്ടു കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അതിന്റെ അകത്തളങ്ങളിലെ വാസ്തുവിദ്യാ വൈഭവമാണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ കൊടുമുടിയായി ഇതിനെ വിശേഷിപ്പിക്കാം. 4 വശങ്ങളിലേക്കും തുറക്കുന്ന കൂറ്റൻ ആർച്ചുകളാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഈ ആർച്ചുകൾക്ക് ഏകദേശം 11 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമുണ്ട്. തൂണുകളിലും ചുമരുകളിലും പേർഷ്യൻ ശൈലിയിലുള്ള മനോഹരമായ പൂക്കളും ഡിസൈനുകളും കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. വെറുമൊരു കവാടം എന്നതിലുപരി ഒരു നഗരത്തിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് ഇത് അറിയപ്പെടുന്നതും നിർമ്മിക്കപ്പെട്ടതും. നമുക്ക് ഇതിന്റെ 4 മിനാരങ്ങളിൽ ഒന്നിലൂടെ മുകളിലേക്ക് കയറാം. ചാർമിനാറിന്റെ ഓരോ കോണിലും 149 പടികളുള്ള ഇടുങ്ങിയ പിരിയൻ ഗോവണികളുണ്ട്. ഓരോ മിനാരത്തിനും 56 മീറ്റർ ഉയരമുണ്ട്. ശ്രദ്ധിച്ചു കയറിയില്ലെങ്കിൽ തല കറങ്ങുന്ന അത്രയും ഇടുങ്ങിയതും കുത്തനെയുള്ളതുമാണ് ഈ വഴികൾ. പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ആയാസമെല്ലാം മറക്കും. ഈ മിനാരങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഹൈദരാബാദ് നഗരം മുഴുവനും നമ്മുടെ കാൽ കീഴിലാണെന്ന് തോന്നും. പഴയ ഹൈദരാബാദിന്റെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാൻ ഇതിലും നല്ല ഒരു ഇടം വേറെയില്ല. താഴെ നോക്കിയാൽ ഹൈദരാബാദ് നഗരം ഒരു ഉറുമ്പുകൂട്ടത്തെ പോലെ ചലിക്കുന്നത് കാണാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ തെക്കുഭാഗത്തായി തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ നിർമ്മിതിയാണ് ചരിത്രപ്രസിദ്ധമായ മക്ക മസ്ജിദ്. കൂടാതെ ദൂരെയായി നിസാം ഭരണകാലത്തെ പ്രധാന കെട്ടിടങ്ങളും പുരാതനമായ ആശുപത്രി സമുച്ചയങ്ങളും കാണാം. ചാർമിനാറിൽ നിന്ന് 4 വശങ്ങളിലേക്കും നീളുന്ന പ്രധാന റോഡുകൾ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 400 വർഷം പഴക്കമുള്ള ഈ സ്മാരകത്തിന് മുകളിൽ നിന്ന് ആധുനിക ഹൈദരാബാദിന്റെ ഈ കാഴ്ച കാണുന്നത് മനസ്സിനൊരു പ്രത്യേക അനുഭൂതിയാണ്.